അപ്പൊ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, മോളെ അള്ളാന്റെ ഹബീബ് ജീവിച്ചിരിപ്പുണ്ടെ കാണാമായിരുന്നല്ലേ. അതേ ഉമ്മ, പക്ഷെ എന്ത് ചെയ്യാനാ, പറ്റിയില്ല, അള്ളാന്റെ ഹബീബോടൊന്ന് പോയില്ലേ, ഇനി സ്വപ്നത്തിലൊക്കെ ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ സലാത്തുല്ലിക്കോളി എന്ന് പറഞ്ഞു. ഇങ്ങനെ വാത് വെക്കാൻ വേണ്ടി പോയി. എവിടാ പോവാ? മലപ്പുറം തിരൂര് എന്ന് പറഞ്ഞെടുത്താ വാത് വെക്കാൻ വേണ്ടി പോയിരിക്കുക. രണ്ടുപേരും പോയിരുന്നു. ഉസ്താദ് വാത് തുടങ്ങി. വാതിനിടയ്ക്ക് ഉസ്താദ് പാട്ടുപാടി, ഇരു ലോകം ജയമണി നബിയുള്ള തിരൂരും വന്നേ. യാ അല്ലാ, ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് ഉമ്മ അടുത്തിരിക്കുന്ന കുട്ടിയുടെ മുഖത്ത് പടക്കന ഒരു 3-4 ഇടി. ആ കുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അള്ളാഹു ഉമ്മ മാതിരി ഇടിക്കുമെന്ന്. ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ വല്ലാണ്ട് ഇടിച്ചത്? അപ്പൊ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, മോളെ ഞാൻ എന്നോട് ചോദിച്ചു അള്ളാന്റെ ഹബീബിനെ കാണാൻ പറ്റൂ, നീ പറഞ്ഞ് കാണാൻ പറ്റൂല, മുസ്തഫ നബി തങ്ങൾ വഫാത്തായി പോയെന്ന്. പക്ഷെ വാള് പറയാമെന്ന് ഉസ്താദ് പറഞ്ഞു അള്ളാന്റെ റസൂല് മലപ്പുറം തിരൂർ വരെ വന്നിട്ട് പോയെന്ന്. പടച്ചോ, ഇത് കേൾക്കുന്നതിന്റെ കുഴപ്പമാണ്. ഇതുപോലെ ആയിപ്പോകരുത് നമ്മൾ. ഷമീർ ദാരിം എന്തോ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ കേട്ടു? അങ്ങനല്ല, നല്ല പോലെ കേട്ടോ. അതുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കാൻ ഒരു വഴി മുസ്തഫ നബി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് എന്താണ്? അത് സ്വലാത്താണ്. സ്വലാത്താണ്. ആ സ്വലാത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാമെന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഇന്ന ഫിൽ ജന്നതി ഷജറ തുസമ്മാ ഹൗലബ് അലൈഹാ അസ്മാർ. قال أبو بكر الصديق رضي الله تعالى عنه من يأكلها يا رسول الله؟ من سمع اسمي فصلى عليه فهو يأكلها. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്ന ഫിൽ ജന്നതി ഷജറ, അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നല്ലൊരു വൃക്ഷമുണ്ട്. അതിന്റെ പേര് ഔലബ് എന്നാണ്. അലൈഹാ അസ്മാർ, അതിനകത്ത് തിന്നാലും കൊതി തീരാത്ത ഫലങ്ങളുണ്ട്. ആര് കണ്ടാലും ഒന്ന് പറിച്ചു തിന്നാൻ മോഹിക്കുന്ന ഒരുപാട് ഫലവർഗങ്ങൾ അതിനകത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് ചോദിക്കുകയാണ്, മയ്യഅകുലുഹാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അതിൽ നിന്ന് ഭക്ഷിക്കുന്നതാരാ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ സമിഅ സുമീ, എന്റെ പേരൊരാൾ കേൾക്കുകയാണ്. ഇതുപോലെയുള്ള വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിൽ വന്നിരിക്കുമ്പോ ആദരമായ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ ആരാണ് എന്റെ പേര് കേൾക്കുമ്പോ ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്നത്? അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ പറയുകയാണ്, മൻ സമിഅ സുമീ, എന്റെ പേരൊരാൾ കേൾക്കുകയാണ്. ഇതുപോലെയുള്ള വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിൽ വന്നിരിക്കുമ്പോ ആദരമായ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ ആരാണ് എന്റെ പേര് കേൾക്കുമ്പോ ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്നത്? അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ഫഹുവ യഅകുലുഹാ, അതിൽ നിന്നാണ് അവൻ ഭക്ഷിക്കും, അതിൽ നിന്നും അവൻ ഭക്ഷിക്കും. ഇത് പഠിപ്പിച്ചത് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേർക്ക് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് സ്വർഗത്തിലേക്ക് പോയ ഒരുപാട് സ്വഹാബിമാരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേർക്ക് 1000 അല്ല 10000 സ്വലാത്തുകൾ ചൊല്ലിയിട്ട് സ്വലാത്തിന്റെ മന്ത്രധനുകൾ വാനം മുട്ട ഇങ്ങനെ പറപ്പിച്ചു വിട്ടിട്ട് രോഗങ്ങൾക്കൊന്ന് ശമനം ലഭിച്ചിട്ടുണ്ട്. അതാ ലോകങ്ങൾക്കൊന്ന് ശമനം ലഭിച്ചിട്ടില്ല. ഒരുപാട് സ്വഹാബാക്കൾ ലോകത്ത് കടന്നുപോയി. നിങ്ങൾക്കറിയോ സഹോദരാ, ബഹുമാനപ്പെട്ട അബൂബക്കർ
ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ആരാണ് അബൂബക്കർ ബഗ്ദാദി എന്നറിയോ? ഖസീദത്തുൽ വിത്രിയ എന്ന് പറയുന്ന നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ആ ഖസീദത്തുൽ വിത്രിയ രചയിതാവാണ്. അവിടുന്നതാ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയാ. റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമാ. മുസ്തഫ നബി തങ്ങളുടെ മദീനയിലേക്കൊന്ന് പോകണമെന്ന് കൊതിവെച്ചിട്ട് ഒരുപാട് ദിവസമായി സന്തോഷത്തോടുകൂടി സ്വലാത്തുകൾ ചൊല്ലുകയാ, ആനന്ദത്തോടുകൂടി സ്വലാത്തുകൾ ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഒരു വട്ടമല്ലല്ലോ, രണ്ട് വട്ടമല്ലല്ലോ, മൂന്ന് വട്ടമല്ലല്ലോ, ഒരുപാട് പ്രാവശ്യം സ്വലാത്തുകൾ ചൊല്ലി. എന്റെ ഈ സ്വലാത്തിന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിനെ കനവിലോ നിലവിലോ സ്വപ്നത്തിലോ എങ്ങനെ ഒന്ന് കാണണമെന്നറിയില്ല. അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയാണ്. അങ്ങനെ സ്വലാത്തുകൾ ചൊല്ലുന്ന അബൂബക്കർ ബഗ്ദാദി മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാൻ. യാ അല്ലാഹ്, അന്ന് അല്ലാഹുവിന്റെ ഹബീബ് ആ രാജ്യത്തുള്ള രാജാവിനോട് സ്വപ്നം കാണിച്ചു, ഇന്നതുപോലെ ഒരാൾ ഇവിടെ കടന്നു വരുന്നു. ആ മനുഷ്യൻ വന്നാൽ എന്റെ റോഡത്തോപ്പിലേക്ക് അദ്ദേഹത്തിനെ പറഞ്ഞു വിടരുത്. കാരണം അങ്ങനെ പറഞ്ഞു വിട്ടാൽ ഞാൻ എന്റെ റൗളയിൽ നിന്നും എഴുന്നേറ്റ് ആ മനുഷ്യനിക്ക് കൈ കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച, ബഹുമാനിച്ച, ആദരിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ നിങ്ങൾ പറഞ്ഞു വിടാൻ പാടില്ല. അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി രാജാവ് പറഞ്ഞു, ഇന്നതുപോലെ ഒരാൾ വരും. ആ മനുഷ്യനെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് കേട്ടാൽ ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ വന്നാൽ നിങ്ങൾ മദീനയിലേക്ക് ആ മനുഷ്യനെ കടത്തിവിടാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് ആ മനുഷ്യനെ കടത്തിവിടാൻ പാടില്ല. യാ അല്ലാഹ്, എല്ലാരും അവിടെ നിന്ന് ഒരുങ്ങി, എല്ലാരും അങ്ങോട്ട് വളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യനതാ കടന്നു വരുന്നു. മുടിയെല്ലാം ജട പിടിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേർക്ക് ഉറക്ക സ്വലാത്തുകൾ ചൊല്ലിയിട്ട് കടന്നു വരികയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്, സലാമുകൾ പറയുകയാണ്. ഈ മനുഷ്യനെ കണ്ടപാടേ അതാ പാറാവുകാർ പറയുകയാണ്, എന്തേ നിങ്ങളുടെ പേര്? എന്റെ പേര് അബൂബക്കർ എന്നാണ്, ബഗ്ദാദിൽ നിന്ന് കടന്നു വരികയാ. നിങ്ങൾക്ക് ഇവിടത്തേക്കൊന്ന് കടക്കാ അനുവാദമില്ല. തിരിച്ചു നിങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോ വേദനയോട്, ഗദ്ഗതത്തോട്, നൊമ്പരത്തോട്, ദുഃഖത്തോട്, ദുരിതത്തോട് തിരിച്ചു മടങ്ങുകയാണ്. തന്റെ പ്രേതവാചനത്തെ കാണാ കഴിയുന്നില്ലല്ലോ റബ്ബേ എന്ന് വിഷമം വെച്ചുകൊണ്ട് കടന്നു പോവുകയാ. രണ്ടാമത്തെ തവണയും കടന്നു വരികയാണ് മദീനയെ ലക്ഷ്യമാക്കി. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലേക്കാ കടന്നു വരിക. അപ്പോഴും പാറാവുകാര് പിടിച്ചിട്ട് പറയല്ല, നിനക്ക് പോകാൻ പറ്റില്ല, ഇവിടത്തേക്ക് നിന്നെ കടത്തിവിടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ തിരിച്ചു പറഞ്ഞു വിടുന്നു. വിഷമത്തോടെ ഈ മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. അതാ മൂന്നാമത്തെ പ്രാവശ്യം എങ്ങനാ വരുന്നത് എന്നറിയോ? ആ നാട്ടിലുള്ള ഏറ്റവും നല്ല നിപുണനായ ഒരു മനുഷ്യരെ വിളിക്കുകയാണ്, വിറകുവെട്ടുകാരനെ വിളിക്കുകയാ. വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ, നിന്റെ വിറകുവെട്ടിന്റെ ഉള്ളില് എന്നെ ഒന്ന് കിടത്തിയിട്ട് മദീനത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് എന്നെ വന്ന് കൊണ്ടുപോയാൽ
എന്റെ സ്വത്തിന്റെ മുഴുവൻ ഭാഗവും നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ നല്ലതുപോലെ വെറുതെ വിട്ടുവെക്കുകയാണ്. അതിനകത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനെ കിടത്തുകയാ. എന്നിട്ട് തന്റെ തലയിലേക്ക് എടുത്തു വെക്കുകയാണ്. ഈ മനുഷ്യൻ ലക്ഷ്യമാക്കുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. അപ്പോഴാ പാറാവുകാര് ചുറ്റും നിൽക്കുന്നുണ്ട്. മനസ്സിലാകുന്നില്ല, ഒരു വിറകെട്ടുകാരനല്ലേ കടന്നു പോവുക, പിടിച്ചു നിർത്തണ്ടല്ലോ. മദീന അടുക്കാറായപ്പോഴേ വിറകെട്ടിന്റെ ഉള്ളിൽ നിന്ന് സ്വലാത്ത് കേൾക്കുകയാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അവിടന്ന് പാറാവുകാര് പോലീസുകാര് ഈ മനുഷ്യനെന്ന് വിളിക്കുകയാണ്. വിളിച്ചിട്ട് അവിടന്ന് ചോദിച്ചു, നിന്റെ വിറകെട്ടൊന്ന് താഴെ വെക്കുമോ? വിറകെട്ട് താഴെ വെക്കുമ്പോ അഴിക്കാൻ പറയുന്ന സമയത്ത് അഴിക്കുമ്പോ അതിന്റെ ഉള്ളിലതാ കിടക്കുന്നതാരാ? അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ആ വിറകത്തിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. പോലീസുകാര് പിടിച്ചിട്ട് പറഞ്ഞു, സഹോദരാ, നിനക്ക് ഇവിടത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല, തിരിച്ചു പോകാൻ വേണ്ടി എവിടെന്ന് പറഞ്ഞപ്പോ വേദനയോടെ ഗദ്ഗതത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു മടങ്ങുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്നുള്ള കൊതിയോടെ, ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ കടന്നു വന്നിട്ട് കാണാ പറ്റിയില്ലല്ലോ അല്ലാ. അവസാനം കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരോടെ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുകയാ. നമ്മളെ പോലെ 10 സ്വലാത്തല്ലല്ലോ, 20 സ്വലാത്തല്ലല്ലോ, 313 സ്വലാത്തല്ലല്ലോ, 4444 സ്വലാത്തല്ലല്ലോ, 6666 സ്വലാത്തല്ലല്ലോ, 1111 സ്വലാത്തല്ലല്ലോ. പിന്നെ എത്രയാ എണ്ണമില്ലാത്ത സ്വലാത്തുകൾ ചൊല്ലിയ മനുഷ്യനാര്. അവസാനം സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ എന്റെ സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മസുദിനമാകുന്ന ഈ റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളില്, ഈ റബീഉൽ അവ്വൽ മാസങ്ങളില് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ പാപപ്പെട്ടവന്റെ പട്ടിണി മാറ്റാനും ക്യാൻസർ പോലുള്ള രോഗം പിടിപെട്ടിട്ട് വേദനയോടെ പൊട്ടിക്കടയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളില്ലേ, അവരുടെ വിഷമങ്ങൾ മാറ്റാറ് കല്യാണത്തിന്റെ പ്രായമായിട്ട് കെട്ടിക്കാൻ നിവർത്തിയില്ലാതെ പ്രിയപ്പെട്ട ബാപ്പയുണ്ടായിട്ട് ആ പ്രിയപ്പെട്ട ബാപ്പാക്ക് രോഗമായതുകൊണ്ട് ജോലി പോലും ചെയ്യാൻ കഴിയാതെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കാറ് എന്റെ പ്രിയപ്പെട്ട സംഘാടകരൊന്ന് കടന്നു വന്നപ്പോ അത് സ്നേഹത്തിന്റെ കുളിരല്ലേ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമല്ലേ, ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്ക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് സ്നേഹമുള്ളവരാരാൻ അവരെന്റെ പേർക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം, അവൻ പാവങ്ങളെ സഹായിക്കണം. ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലുകയും പാവപ്പെട്ടവന്റെ വേദനയോടെ, കണ്ണുനീരോടെ, ദുഃഖത്തോടെ, ദുരിതത്തോടെ വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുന്ന 1000 10,000 ആളുകൾ നമ്മുടെ ഈ പരിസരത്തുണ്ടാകാം. അവരുടെ വീടുകളിൽ നിങ്ങൾ പോകണം, അവരെ സഹായിക്കണം, അവരുടെ വിഷമങ്ങൾ മാറ്റണം, അവരുടെ കണ്ണുനീര് തുള്ളുകൾ ഓരോന്നായി തുളച്ചു മാറ്റിയാൽ നിങ്ങളെപ്പോലെ സൗഭാഗ്യവാന്മാർ ഈ ലോകത്തില്ല എന്ന് പഠിപ്പിച്ചത് ഒരിക്കൽ പോലും കളവ് പറയാത്ത ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാം, ഈ വേദി അതിന്റെ വേദിയാണ്, പാവങ്ങളുടെ വേദിയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേർക്ക് സ്വലാത്ത് ചൊല്ലുന്ന വേദിയാണ്. അതല്ലേ പറഞ്ഞത്, ആരാണ് എന്റെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്
അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനുണ്ടോ അവന്റെ റൂഹ് ഞാൻ പിടിക്കും. ഏതുപോലെ അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ, അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ 10 സ്വലാത്ത് അധികമൊന്നും വേണ്ട. 1000 ചെല്ലാൻ പറഞ്ഞിട്ടില്ല, 2000 ചെല്ലാൻ പറഞ്ഞിട്ടില്ല. 10 ചൊല്ലിക്കോളി. ഈ 10 ചൊല്ലിയാൽ അമ്പിയാക്കളുടെ റൂഹ് എപ്രകാരമാണോ പിടിച്ചെടുക്കുക, ഇതുപോലെയാണ് ആ 10 സ്വലാത്ത് ചൊല്ലിയ ആളിന്റെ റൂഹ് ഞാൻ പിടിച്ചെടുക്കുക നബിയെന്ന് ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം. ഉണ്ടോ 10? ഇന്നിപ്പോ എത്ര ചൊല്ലിങ്ങള്? എത്ര ചൊല്ലി? ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു, നബിയേ, ആരാണ് അവിടുത്തെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്? അന അസ്ജുദു ലില്ലാഹ് മാ അർഫഉ റഅസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നബിയേ, ആരാണ് അവിടുത്തെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്? അന അസ്ജുദു ലില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പില് ഞാൻ സുജൂദിന് വീഴും നബിയേ. മാ അർഫഉ റഅസീ, എന്റെ തലയെ ഞാൻ റബ്ബിന്റെ കോടതിയിൽ നിന്ന്, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് എന്റെ തലയെ ഞാൻ ഉയർത്തില്ല നബിയേ. ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ആരാണോ 10 സ്വലാത്ത്, ഇവിടെ നോക്കി, ആരാണോ 10 സ്വലാത്ത് ചൊല്ലിയത്, ഏതൊരു പെണ്ണാണോ 10 സ്വലാത്ത് ചൊല്ലിയത്, ആ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു 10 പവർ കൊണ്ട് അള്ളാഹു ആ ചൊല്ലിയ മനുഷ്യന്റെ പാപങ്ങളെ പുറത്തു കൊടുത്തുവെന്ന് അള്ളാഹു തന്നെ അറിയിക്കാതെ ഞാൻ എന്റെ തലയെ സുജൂദിൽ നിന്നും ഉയർത്തില്ല എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ. ഉറക്കെ പറയും, ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ. യാ അല്ലാഹ്, അള്ളാഹു നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ അതിനൊരു നിമിത്തമാക്കട്ടെ. ഉറക്കപ്പറ, ഈ സദസ്സ് ദുആന്റെ സദസ്സാണ്. എന്നെ നിങ്ങൾ നോക്കണ്ട, അവിടെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്. അള്ളാന്റെ റഹ്മത്തിന്റെ മാലാകമാരുള്ള സദസ്സാൻ. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ആമീൻ പറഞ്ഞു. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വലാത്തുകൾ ചൊല്ലിക്കോളി. എങ്ങനെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പറ്റുക നമ്മളെ കൊണ്ട്? എങ്ങനെ പറ്റുക? അള്ളാന്റെ ഹബീബ് നമ്മളെ സ്നേഹിച്ചിട്ടില്ലേ ഒരുപാട്? ആ റസൂലുള്ളാന്റെ പേർക്ക് നമ്മുടെ ജീവൻ കൊടുത്താലും, നമ്മുടെ സൗണ്ട് പോയാലും, അള്ളാന്റെ ഹബീബിന്റെ പേർക്ക് തൊണ്ട വെട്ടുന്ന രീതിയിൽ സ്വലാത്തിന്റെ പേരുകൾ ധരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സ്വർഗം ഉറപ്പാൻ. അത് പഠിപ്പിക്കുന്ന മറ്റാരുമില്ല. എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലി എന്നെ സ്നേഹിക്കുന്നത് ആരാണോ അതെനിക്ക് ഞാൻ സ്വർഗം മേടിച്ചു കൊടുക്കുമെന്ന് കാരുണ്യത്തിന്റെ കടലായ മുസ്തഫായ നബി സല്ലല്ലാഹു. അതുകൊണ്ട് അത് വേണമെങ്കിൽ ഉറക്കെ ചൊല്ലിക്കോളി. അതിന് വേണ്ടി ഈ സദസ്സ്. وَإِذَا نُفِخَ فِي الصُّورِ أُخْرَى فَإِذَا هُمْ قِيَامٌ يَنظُرُونَ إِذَا زُلْزِلَتِ الْأَرْضُ زِلْزَالَهَا وَأَخْرَجَتِ الْأَرْضُ أَثْقَالَهَا وَقَالَ الْإِنسَانُ مَا لَهَا يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا بِأَنَّ رَبَّكَ أَوْحَى لَهَا يَوْمَئِذٍ يَصْدُرُ النَّاسِ أَشْتَاتًا لِيُرَوْا أَعْمَالَهُمْ فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ اقْتَرَبَ لِلنَّاسِ حِسَابُهُمْ وَهُمْ فِي غَفْلَةٍ مُعْرِضُونَ. മൂന്നെണ്ണോട് ഓതിയിട്ടുള്ളത്. ഒന്ന് ഖബർ, പിന്നെ ഓതിയിട്ടുള്ള 2 ആയത്തുകൾ ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ? ഒരു മനുഷ്യൻ മരിച്ചു, ഈ ലോകത്തുള്ള എല്ലാവരും മരിക്കാൻ. ഖിയാമത്ത് നാൾ സംഭവിച്ചു, എല്ലാവരും മണ്ണിന്റെ അടിയിലാണ്. എല്ലാവരും മണ്ണിന്റെ അടിയിലാണ്. 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ്. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിക്കുന്നത് ആരെയെന്നറിയോ? 4 മലക്കുകളെയാണ്. നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ക്യാപ്റ്റന്മാരായ 4 മലക്കുകൾ ആരൊക്കെ ഒന്ന് പറഞ്ഞാണി? നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽ ക്യാപ്റ്റന്മാരാരൊക്കെയാ? പറയും.
പറഞ്ഞോളി, കുഴപ്പമില്ല, പറയും. ബീരാൻകുട്ടിയാ? ആരാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മലക്ക്? നമ്മുടെ ഉമ്മമാര് പറയും. അത് നമുക്കറിയാവുന്ന, പക്ഷെ അവരിങ്ങോട്ട് പറയില്ല എന്ന്. നമ്മുടെ ഉമ്മമാര് കാര്യം ഭയങ്കര രസമാണ്. അവരെന്തു പറഞ്ഞാലും കേൾക്കണത് നേരെ ഉൾട്ടായിട്ടാണ്. 3 പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് പടച്ചോനെ, അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. നമ്മുടെ പിന്നെ അബ്ദുള്ള ഹുസാനെ പോലുള്ള ആളുകൾ പറഞ്ഞു വിട്ടു, പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തിലാവും. ഇത് കേട്ട 3 പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്നു. 3 സഹോദരിമാര് വീട്ടിൽ. 1ാമത്തെ പെണ്ണ് കൈകെട്ടി അല്ലാഹു അക്ബർ സൂറത്തുൽ ഫാത്തിഹയൊക്കെ ഓതി. 2ാമത്തെ പെണ്ണും കെട്ടി. 3ാമത്തെ പെണ്ണും കൈകെട്ടി. 3 പേര് നിൽക്കാണ്, വരിവരിക്കുന്ന നിൽക്കാൻ നിസ്കരിക്കാൻ. അപ്പൊ 1ാമത്തെ പെണ്ണിങ്ങനെ കൈ കെട്ടി നിന്നപ്പോ എന്തോ ഒരു സൗണ്ട് കേട്ടു അടുക്കളയിൽ. അപ്പൊ ഈ പെണ്ണിങ്ങനെ കൈകൊണ്ട് തട്ടി അടുത്തിരിക്കുന്ന പെണ്ണിനെ. എന്നിട്ട് ഇടി അടുക്കള പൂച്ച കയറുന്നൊരു സംശയമുണ്ട്. അപ്പൊ 2ാമത്തെ പെണ്ണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ ഓതിയിട്ട് നിൽക്കാൻ. ഈ പെണ്ണിങ്ങനെ പറയുന്നിട്ടപ്പോ ഈ പെണ്ണ് പറഞ്ഞ്, എടി ഉസ്താദ് പറഞ്ഞില്ല നിസ്കാരത്തിൽ മിണ്ടാൻ പാടില്ല. അപ്പൊ ഇത് കേട്ടിട്ട് 3ാമത്തെ പെണ്ണ് 1ാമത്തെ റക്അത്തും കഴിഞ്ഞപ്പോ 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. ഈ പെണ്ണ് പറയാ, അതുകൊണ്ടല്ലേ ഞാൻ അവിടെ മിണ്ടാതേക്കുന്നേ. ഒക്കെ പോയില്ലേ? ഇതാ നമ്മുടെ ഉമ്മമാർ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ്. 1ാമത്തെ എന്താണ്? 4 മലക്കുകൾ ആരാണ്? ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ, മീകാഈൽ, ഇസ്രാഫീൽ, അസ്റാഈൽ. ഈ 4 മാലാഖമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിച്ചുകൊണ്ട് പറയുന്ന മലക്കുകളെ, فإذا نفخ في الصور أخرى فإذا هم قيام ينظرون. മലക്കുകളെ, നിങ്ങൾ ഭൂമി ലോകത്തേക്കൊന്ന് ഇറങ്ങിപ്പോവുക. ഭൂമി ലോകത്തേക്ക് ഇറങ്ങിപ്പോന്നു. അവിടെ നിന്ന് അല്ലാഹുവിന്റെ മലക്കുകളെല്ലാവരും ഇറങ്ങി വന്നു. 4 പേരും കടന്നു വരികയാണ്. പക്ഷേ അവർ നോക്കുമ്പോഴോ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖറജത്തിൽ അർളു വഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഭൂമിയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. എന്തിനാണ് അവർ ഭൂമി ലോകത്തേക്ക് വന്നതെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ മലക്കുകളെ പറഞ്ഞു വിട്ടത്, മലക്കുകളെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് വരുമോ? ആദ്യമായിട്ട് പുനർജീവിപ്പിക്കുന്ന റസൂലുള്ളാഹല്ലേ. അല്ലാഹുവിന്റെ റസൂലിനെ വന്ന് കൊണ്ടുവരാൻ പറയുകയാണ്. ഇവരെല്ലാവരും ഇറങ്ങി വന്നു. അവർ നോക്കുമ്പോൾ ഭൂമിയെല്ലാം തകർത്ത് തരിപ്പണമാക്കി ഭസ്മമാക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള കാണുന്നില്ല. ഉടൻ തന്നെ 4 മലക്കുകൾ അല്ലാഹുവിനോട് കൈയോർത്തുകയാണ്. അല്ലാഹുവേ, അയിന റൗളത്തുൻ നബി മുസ്തഫ മുഹമ്മദ്. എവിടെയാ പടച്ചവനെ റസൂലുള്ളാഹിന്റെ റൗള? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ അല്ലാഹ്. അപ്പോഴാണ് അല്ലാഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, മലായിക, ദുനിയാവിലെ ഭൂമിയിലെ ആ പ്രകാശം കാണുന്ന സ്ഥലം കണ്ടോ? അതാ എന്റെ റസൂൽ കിടക്കുന്ന റൗള എന്ന് പറഞ്ഞപ്പോ 4 മലക്കുകളും റൗളന്റെ ചാരത്ത് പോവുകയാണ്. എന്നിട്ട് 4 പേരും അവിടെ വെച്ചുകൊണ്ടൊരു ചെറിയൊരു തർക്കം അവിടെ വെച്ചുണ്ടാക്കുകയാണ്. അതാ ചില്ലറ തർക്കമല്ല, അതൊരു വല്ലാത്തൊരു തർക്കമാ. അവിടന്ന് ജിബ്രീൽ പറഞ്ഞു, അസ്റാഈൽ, അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ വിളിക്കണേ. നിങ്ങളല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചത്. അതുകൊണ്ട് നിങ്ങളെ റസൂലുള്ളാഹിനെ വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടന്ന് പറഞ്ഞില്ല, ഞാൻ വിളിക്കൂല, എനിക്ക് നാണമാണ്. നാണം എന്ന് വെച്ചാൽ അള്ളാഹിന്റെ ഹബീബിനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മുസ്തഫ നബി തങ്ങളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, പിന്നെയോ അള്ളാഹിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ്, അനുരാഗം കൊണ്ടാണ്. ഉടന്ന് പറഞ്ഞു, ഞാൻ വിളിക്കൂല, അതുകൊണ്ട് മീകായിൽ വിളിക്കട്ടെ. മീകായിൽ പറഞ്ഞു, ഞാനും വിളിക്കൂല. ഇസ്രാഫീൽ വിളിക്കട്ടെ. ഇസ്രാഫീൽ പറഞ്ഞു, ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ നിന്ന് ഞാൻ എന്റെ റസൂലുള്ളാഹിനെ വിളിക്കൂല.
അവിടുന്ന് 3 മലക്കുകൾ തീരുമാനിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് ഹിറാന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ അവിടത്തേക്ക് കടന്നു പോയതാരാ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് എപ്പോഴും പോകുന്നത് മലക്ക് ജിബ്രീൽ. അതുകൊണ്ട് ജിബ്രീൽ വിളിക്കട്ടെ, ബഹുമാനപ്പെട്ട നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അതാ റൗലന്റെ ചാരത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടുന്നതാ വിളിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖും ബിഇദ്നില്ലാഹ്. എഴുന്നേറ്റ് വരണേ റസൂലല്ലാഹ്, അവിടുന്ന് എഴുന്നേൽക്കണേ നബിയേ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എഴുന്നേറ്റ് വരണേ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള അങ്ങ് പിളരുകയാണ്. അവിടുന്ന് മുസ്തഫ നബി തങ്ങൾ എഴുന്നേൽക്കുന്നു. അവിടുന്ന് തലയിലുള്ള മണ്ണെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് വരുമ്പോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുടവകളോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അതൊന്നും മുസ്തഫ നബി തങ്ങൾ മേടിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചത്, എന്റെ അബൂബക്കർ എവിടെ, എന്റെ ഉമർ എവിടെ, എന്റെ ഉസ്മാൻ എവിടെ, എന്റെ പുന്നാര പൊന്നുമോള് ഫാത്തിമ എവിടെ, എന്റെ കൊല്ലം ജില്ലയിൽപ്പെട്ട മുസ്ലിമായവര്, എന്റെ പേർക്ക് സ്വലാത്തുകൾ ചൊല്ലിയവര്, എന്നെ ഇഷ്ടപ്പെട്ട എന്റെ സഹോദരങ്ങളെവിടെ? എനിക്ക് സ്വർഗത്തിന്റെ പട്ടുടവുകൾ വേണ്ട, സ്വർഗത്തിന്റെ ആനുകൂല്യം വേണ്ട, എന്റെ ഉമ്മത്തുകൾ രക്ഷപ്പെടാതെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പഠിപ്പിച്ചത് ലോകത്തിന് മുത്തല്ലേ സഹോദര. അതുകൊണ്ട് അത്രത്തോളം സ്നേഹം തന്ന റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിന്റെ പേർക്ക് എന്തുകൊണ്ടാണ് സ്വലാത്തുകൾ ചൊല്ലാൻ മതിമറന്നു പോകുന്നത്? അതുകൊണ്ട് ഈ സദസ് ഇൻഷാ അല്ലാഹ് ഇന്ന് അവസാനം നമ്മൾ പിരിയുമ്പോ 11 സ്വലാത്ത് ചൊല്ലിയിട്ടാ മുസ്തഫ നബി തങ്ങളുടെ പേർക്ക് 11 സ്വലാത്തുകൾ ചൊല്ലിയിട്ടാ ദുആ ഇറക്കുക. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകളും ചെറുപ്പക്കാരും സഹോദരങ്ങളും എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒരുപാട് സ്വലാത്തുകളില്ലേ, അതിന്റെ എല്ലാം പവർ കൊണ്ട് ഈ സദസ്സിൽ രോഗമായിട്ട് വിഷമത്തോടെ വേദനയോടെ കണ്ണുനീരോടെ പ്രയാസത്തോടെ ഇരിക്കുന്നവരുണ്ടോ? അവരുടെയൊക്കെ വേദനകളും ദുഃഖങ്ങളും മാറ്റണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടുന്ന് മുസ്തഫ നബി തങ്ങളെ റൗള ഷരീഫിൽ നിന്ന് അള്ളാഹു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അങ്ങനെ എഴുന്നേൽക്കുമ്പോഴും ചോദിക്കുന്നത് ആരെയാ? നമ്മളെയാ, നിങ്ങളെയാണ്. അത്ര സ്നേഹവും നമ്മളോട് ആദരവായി നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഇതുപോലെ സ്വലാത്തിൽ ആ അത്ര സ്നേഹിച്ച റസൂലുള്ളാഹിക്ക് ഒന്നുറക്ക സ്വലാത്ത് ചൊല്ലിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ തൊണ്ട പൊട്ടിക്കോട്ടെ, ഒരു വിഷയമില്ല. നമ്മുടെ മനസ്സ് പൊട്ടിക്കോട്ടെ, പതറിപ്പോകട്ടെ, കുഴപ്പമില്ല. ആ സ്നേഹം നമ്മൾ കൊടുക്കേണ്ടുന്നത് അത് സ്വലാത്തിലൂടെയാണ്. അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ പറ്റും. അന ആഖുദും ബിയദിഹി വഅമറുഹു അല സിറാത്തിക്കൽ ബർക്കൽ ഖാതിഫി. സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. യാ അല്ലാഹ്, ചിന്തിക്കണം അല്ലെ? നമ്മളൊക്കെ എന്താ പറയുക, അല്ലാഹ് സിറാത്ത് പാലത്തിലൊന്ന് കടന്നിട്ടാൽ മദീന പാലം, ആ പാലത്തിൽ നിന്ന് കാല് തെറ്റിയാൽ നേരെ നരകത്തിൽ. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മനസ്സറിഞ്ഞ് പറയാം, അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് സിറാത്ത് പാലമൊക്കെ രക്ഷപ്പെടാൻ 10 സ്വലാത്ത് അല്ലേ? പാപങ്ങൾ പൊറുക്കാൻ 10 സ്വലാത്ത് എന്നും പറഞ്ഞപ്പോ പാപങ്ങൾ പൊറുക്കും പറഞ്ഞപ്പോ സ്വലാത്തും ചൊല്ലിയിട്ട് ഇപ്പൊ നിസ്കരിക്കാൻ വരുന്ന പറ്റൂല.
അങ്ങനെയുണ്ട്. എന്തെങ്കിലും കേട്ടാൽ അങ്ങോട്ട് പിന്നെ വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് വിഴുങ്ങിട്ട് വരൂല. എന്ത് ചെയ്യണം? സ്വലാത്ത്, ആ ഒരു സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് പാപങ്ങൾ അങ്ങനെ അങ്ങോട്ട് പൊറുക്കൂല. അത് നിസ്കരിക്കാം, റബ്ബിനോട് ചോദിച്ചു മടങ്ങാം, ഇല്ലെങ്കിൽ രക്ഷയില്ലല്ലോ. അതുകൊണ്ടൊരു ആഗ്രഹം വെക്കി, അള്ളാഹുവേ മരിക്കുന്നതിന് മുമ്പ് മദീനത്തിന്റെ മണവാളം പറയുന്ന ശരീഫിലെന്ന് പോയിട്ട് എന്ന് ചാരത്ത് പോയിട്ട് പറയാൻ ആഗ്രഹത്തോടെ സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരുന്നോളി. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾ അങ്ങനെ എത്തിക്കട്ടെ. അതിനു വേണ്ടി ഒരുങ്ങിയ ഒരു പേടിങ്ങൾ പേടിക്കണ്ട. സ്വലാത്ത് ചൊല്ലിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല. ഇവിടെ എന്റെ കൂടെ വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇതുപോലെ നമ്മളിവിടുത്തെ വാദിന് പോവാൻ, വാദിന് വേണ്ടി പോയി. അള്ളാഹു നമ്മളിങ്ങനെ വാദ് തുടങ്ങി. പാവപ്പെട്ട ഒരുമ്മ, യാ അല്ലാഹ് വല്ലാത്തൊരു വിഷമമാണ്. പാവപ്പെട്ട ഒരുമ്മ പറഞ്ഞു, ഉസ്താദെ എന്റെ നാക്കിന്റെ അടിഭാഗത്ത് ഫുള്ള് മുറിഞ്ഞിട്ട് എത്ര മരുന്ന് കഴിച്ചിട്ടും അത് മാറണില്ല, വീണ്ടും ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാൻ, എന്താ ചെയ്യുക? അപ്പോ തങ്ങൾ പറഞ്ഞു, ഉസ്താദ് കാര്യം ചെയ്തോളി, സ്വലാത്ത് എല്ലാം പറഞ്ഞോളി. ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളി, സ്വലാത്തില്ലിക്കോളി. അൽഹംദുലില്ലാഹ്, സ്വലാത്തിലൂടെ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ രോഗത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ശിഫ കൊടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ ആർക്കെങ്കിലും മാരകമായ രോഗമുണ്ടോ, വിഷമമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നൊമ്പരമുണ്ടോ, ഇന്നിപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണുനീരിന്റെ കരുണ കഥയാൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പോയാൽ എന്റെ സഹോദരങ്ങളെ രക്ഷപ്പെടാം. ഞങ്ങൾ ചൊല്ലി സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അങ്ങനെ സ്നേഹിക്കണം, അള്ളാന്റെ ഹബീബിനെ വല്ലാതെ ഇഷ്ടപ്പെടണം. ആരെ പോലെ 12 വയസ്സുള്ള കുട്ടി റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ സദസ്സിൽ 12 വയസ്സുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ, 13 വയസ്സുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ, 14 വയസ്സുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ, 17 വയസ്സുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ. ഈ മക്കൾക്ക് അല്ലാഹു നല്ല കാല് കൊടുത്തുവല്ലോ, അല്ലാഹു നല്ല കൈ കൊടുത്തുവല്ലോ, അല്ലാഹു നല്ല ആരോഗ്യം കൊടുത്തുവല്ലോ. സഹോദരങ്ങളെ, കബർക്കണ്ടിൽ നിന്ന് 12 വയസ്സുള്ള കുഞ്ഞുമോൾ 2 കാലുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിലും ആ 2 കാല് കൊണ്ട് നടക്കാൻ കഴിയില്ല. 2 കാലും തളർന്നു പോയിരിക്കുകയാണ്. എല്ലാവരും മദീനയിൽ പോവുകയാണ്. എന്നിട്ടതായി കുഞ്ഞുമോ ഇഴഞ്ഞിഴഞ്ഞ് വീട്ടിന്റെ വാതിൽ വന്നിട്ട് വിളിക്കുകയാ, ഇന്ന് കടന്നു വരുന്ന സഹോദരാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മദീനയിലേക്ക് പോയവരുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് പോയി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയവരുണ്ടോ? അപ്പടവാസിൽ ആളുകൾ കൈയുറത്തേക്ക് പറയുന്നു, മോനെ ഞങ്ങളാ കടന്നു പോയത്. അവരെ ഇങ്ങ് വിളിക്കുകയാ, അവരുടെ കണ്ണിലേക്ക് ചുടുമുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം പ്രേമം ഇങ്ങനെ നോക്കുകയാണ്. അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകള് ആഴ്ന്നിറങ്ങിയപ്പോ കാലത്തിന്റെ കാലച്ചുകൾ കാലോക്കോട്ട് കണ്ണിറഞ്ഞ് കാരുണ്യമാണ്, കരുണീയമെന്ന് കാലുശീലലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ കാരുണ്യമാണ് ഖൈറുൽ വറാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ റൗളയിലേക്കൊന്ന് പോകണമെന്ന് അതിയായ ആഗ്രഹം വെച്ചുകൊണ്ട് പൊന്നുമോൻ ഇഴയുകയാണ്. അവിടുന്ന് സൂര്യന്റെ ചൂടേറ്റ് ചുട്ടുപഴുത്തു കിടക്കുന്ന മണൽ പരപ്പിലൂടെ 12 വയസ്സുള്ള പൊന്നുമോ ഇഴയുകയാ. ഇഴഞ്ഞിഴഞ്ഞൊരുപാട് കിലോമീറ്ററുകൾ എത്തുകയാണ്. അവസാനം പൊന്നുമോന്റെ കാല് പൊട്ടുകയാ, കൈ പൊട്ടുകയാ, കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാ. വേദനയോടെ വിഷമത്തോടെ ഈ പൊന്നുമോൻ അവിടെ ഇരുന്നു കൊണ്ടൊരൊറ്റ വിളിയാട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുസ്തഫ നബി തങ്ങൾക്ക് സ്വലാത്തുകൾ ചൊല്ലുകയാ, ഒരുപാട് സലാമുകൾ പറയുകയാണ്. അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്. ഒരുപാട് സ്വലാത്ത് ചൊല്ലി, ഒരുപാട് സലാമുകൾ ചൊല്ലി അവിടെ ഇരുന്നു, അറിയാതെ ഉറങ്ങി. അതാ കടന്നു വരുന്നു സ്വപ്നത്തിൽ തന്റെ ഏറ്റവും നല്ല പ്രാണനായ ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലി, മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിച്ചു, മോനെ പറയുമോ നീ എവിടെ നിന്നാ ഇവിടെ വന്നിരുന്നതെന്തിന കാരഞ്ഞത് മകനെ പൂങ്കനിയേ കാര്യമേതാ നിന്റെ വേദന നീറഞ്ഞ കണ്ണീർ തോകുന്നതാ. മോനെ നീ എന്തിനാ വല്ലാതെ കരയുന്നത്? എന്തിനാ പൊന്നുമോനെ വിഷമിക്കുന്നത്? എന്തിനാ പൊന്നുമോനെ ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന റസൂൽ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് പറയുന്നു, റസൂലല്ലാഹ് സന്തോഷമായി നബിയേ, ആനന്ദമായി നബിയേ, ആഹ്ലാദമായി നബിയേ, അവിടത്തെയോടുള്ള സ്നേഹം എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഊട്ടി ഉറപ്പിച്ചിട്ട് 1 കൊല്ലമല്ല നബിയേ, 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല നബിയേ, ഒരുപാട് കൊല്ലങ്ങളായിട്ട് എന്റെ മനസ്സിലുള്ള വിചാരങ്ങൾ മുഴുവനും അത് മദീനയുടെ തോപ്പാ റസൂലല്ലാഹ് അവിടത്തേക്ക് ഇഴഞ്ഞതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ പേടിക്കണ്ട, എന്നെ ഇഷ്ടപ്പെടുന്നവനിക്ക് രോഗമില്ല, എന്നെ ഇഷ്ടപ്പെടുന്നവനിക്ക് വിഷമമില്ല, എന്നെ ഇഷ്ടപ്പെടുന്നവനിക്ക് കണ്ണുനീരില്ല എന്നവിടെന്ന് പഠിപ്പിച്ചത് റസൂലുള്ളയല്ലേ. അതുകൊണ്ട് ഇവിടെ വേദനയോടുകൂടി കടന്നു വന്ന പ്രിയപ്പെട്ട വാപ്പ, വേദനയോടുകൂടി ഇന്ന് ശരീരമാസകളും വേദനയാണ് ഉസ്താദേ, കൈ തളരുകയാണ് ഉസ്താദേ, നടുവളയുന്നില്ല ഉസ്താദേ, കാലിന്റെ മുട്ട് വളയുന്നില്ല ഉസ്താദേ. ചൊല്ലിക്കോ സഹോദര, മദീനത്തിന്റെ മണവാളന്റെ പേരൊക്കെ ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ടായിരുന്നു അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുന്ന നാട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ആനക്കര കോഴിക്കോട്ട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനുഭാവനാട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കൊന്ന് ക്യാൻസർ പിടിപെടുകയാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കൊന്ന് ക്യാൻസർ പിടിപെടുകയാ. ബഹുമാനപ്പെട്ട കോഴിക്കോട്ട് ഉസ്താദ് വിഷമത്തിലാവുകയാണ്, ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോവുകയാണ്. എല്ലാവരും കൈവിടിഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ ഇനി കൊടുക്കാവൊരു മരുന്നില്ല, ക്യാൻസറിന് വേണ്ടി കൊടുക്കാവുന്ന മരുന്നുകളല്ല കൊടുത്തുപോയി ഉസ്താദേ, ഇനി നിങ്ങൾ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോവുക. അല്ലാ ബഹുമാനപ്പെട്ട കോഴിക്കോട്ട് ഉസ്താദ് അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വീട്ടിലേക്കൊന്ന് കൊണ്ടുകൊടുക്കുകയാണ്. കണ്ണുനീരോടെ നാരിയത്ത് സ്വലാത്തിന്റെ പെയ്മാറുകൾ ഒന്നല്ല രണ്ടല്ല, ഒരുപാട് നാരിയത്ത് സ്വലാത്തുകൾ അവിടുന്ന് ചെല്ലുകയോ. അൽഹംദുലില്ലാഹ്, അതിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിയുണ്ടല്ലോ അതവിടുന്ന് മാറ്റിക്കൊടുത്തിരുന്നെങ്കിലേ. ഇത് ശരീര കളവല്ല പറയുന്നത്, എന്നോടൊപ്പം പഠിച്ചെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, അവർക്ക് നല്ലതുപോലെ അറിയാം ഈ സംഭവം. അതുകൊണ്ട് എല്ലാ രോഗത്തിനുമുള്ള പീയൂഷമേതാ അസ്സലാത്തു അലന്നബീൽ മുസ്തഫ മുഖ്താർ. ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ഒന്നുകൂടെ നല്ല ഉറക്കെ ചൊല്ലിക്കൊള്ളി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്കുള്ള സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് ഇനിയിപ്പോ രോഗം മാറില്ല നിങ്ങൾ പറയണ്ട. ചിലപ്പോ പറയും ഇവനാള് ശരിയല്ല, സ്വലാത്ത് അങ്ങനെ ചൊല്ലൂല, അങ്ങനൊന്നുമില്ല, ആടാണ് മാടാണ്. അല്ല, സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി, സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല നല്ലതുപോലെ നിറവേറ്റിത്തരും. സ്വലാത്ത് മാത്രം ചൊല്ലരുത്, സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബിനോട് പറ, അല്ലാഹുവേ ഞാൻ ഈ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് യാ അല്ലാ എന്റെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ, എന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ അല്ലാ, എന്റെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹു സാധിപ്പിച്ചു തരും. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാന്റെ ഹബീബിന്റെ വഫാത്തിലേക്ക് വരാൻ സമയം നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഓട്ടിച്ചിങ്ങനെ പറഞ്ഞു പോവാൻ. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കാൻ സ്വഹാബത്തെ നിങ്ങൾക്കുള്ള എല്ലാ വിജയവും ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.
അള്ളാഹു സ്വലാത്ത് ചൊല്ലി, അള്ളാഹു ബഹുമാനിച്ചു. അള്ളാഹുവിന്റെ നബിമാർ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, ഉലമാക്കൾ, സഹോദരങ്ങൾ മുഴുവനും അള്ളാന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നിങ്ങൾ ചൊല്ലിക്കോളിന യാ അല്ലാഹ്. അള്ളാഹു അങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹുവെ നമുക്കൊക്കെ നീ സൗഭാഗ്യം തരണേ അല്ലാഹ്. മനസ്സറിഞ്ഞു പറയും, ഈ സദസ്സിൽ നല്ല ബറക്കത്തുണ്ട്. അള്ളാഹു അങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തരണേ അല്ലാഹ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്നേഹം ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു, അബൂബക്കറിനെയും വിളിച്ചു, ഉമറിനെയും വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ എന്റെ ബഹുമാനപ്പെട്ടവരെ, ഈ ലോകത്തുനിന്ന് ഞാൻ വിട പറഞ്ഞു പോയാലും നിങ്ങൾ എന്നെ മറക്കരുത്. ഈ ലോകത്തുനിന്ന് ഞാൻ വിട പറയും, ഉറപ്പാണ്. ആരും ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഞാനും പിരിയും. ഞാൻ പിരിഞ്ഞാലും നിങ്ങൾ എന്നെ മറന്നു പോകരുത്. ഞാൻ പിരിഞ്ഞാലും നിങ്ങൾ എന്നെ മറക്കരുത്. ഞാൻ പിരിഞ്ഞാലും നിങ്ങൾ എന്നെ മറക്കരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയേ അങ്ങനെ പറയല്ലേ റസൂലല്ലാഹ്. അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദനയാ നബിയേ. അതുകൊണ്ട് പറയല്ലേ റസൂലല്ലാഹ്. കണ്ണ് നിറഞ്ഞു പോയി അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ, ഞാൻ വിട പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവർ, എന്നെ സ്നേഹിക്കുന്നവർ, അവരെന്നെ ഓർക്കാതിരിക്കില്ല. അവരെന്റെ വഫാത്തിനെ കുറിച്ച് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ജീവിതത്തെ കുറിച്ച് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണല്ലോ എല്ലാ മഹലിന്റെ വേദികളിലും റബീഉൽ അവ്വലിന്റെ മാസത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മുഹബ്ബത്തിന്റെ, ആദരവിന്റെ, സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ ബാഷ്പങ്ങളങ്ങൾ ഒഴുകുന്നത് ഇല്ലേ? അള്ളാന്റെ ഹബീബിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞാലും ചില ആളുകൾ കരയും. എന്തേ? അത് സ്നേഹത്തിന്റെ കണ്ണുനീരാ. വിദേശ രാജ്യത്ത് പോയിട്ട് വരുന്ന മക്കൾ, ആ മക്കളെ കാണുമ്പോൾ ഉമ്മമാര് കരയും. എന്തിന്റെ കണ്ണുനീരാൻ? ഇന്ന് മക്കൾ വന്നല്ലോ എന്ന് ഓർത്തിട്ടില്ല. എന്റെ പൊന്നുമോനെ കാണാൻ അള്ളാഹു എനിക്കുന്ന സൗഭാഗ്യം തന്നല്ലോ. അങ്ങനെ ഒരു സന്തോഷത്തിന്റെ കണ്ണുനീരാ, ആനന്ദത്തിന്റെ കണ്ണുനീരാ. അങ്ങനെ അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പറയുമ്പോ കരയാത്തവരുണ്ടോ സഹോദര? ഒരു മനുഷ്യരുണ്ടാവില്ല. മുസ്തഫ നബിയോട് ഇഷ്ടമുള്ളവരാരും ഉണ്ടാവില്ല. അള്ളാന്റെ ഹബീബ് സഹാബാക്കൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി ചോദിച്ചു, ഞാൻ അങ്ങനെ പെട്ടെന്ന് പോട്ടോ, ഞാൻ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഒരു സഹാബി മാത്രം പറഞ്ഞ നബിയെ ഞാൻ പൊരുത്തപ്പെടില്ല. ഒരു സഹാബി മാത്രം പറഞ്ഞ നബിയെ ഞാൻ പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചോദിച്ചോളൂ, എന്റെ ആഗ്രഹം എന്താണോ അത് നിറവേറ്റിത്തരാം. അങ്ങനെ ചോദിച്ച് ആ സ്വഹാബി അവസാനം തന്റെ കയ്യിലുള്ള വടിയെല്ലാം വലിച്ചെറിഞ്ഞ് മുസ്തഫായി നബി തങ്ങളെ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ അവിടത്തെയോടുള്ള ശരീരവുമായി ഞാൻ എന്റെ ശരീരത്തെ ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാ നബിയെ, പൊരുത്തപ്പെടുന്നേ റസൂലല്ലാഹ്. ഇതെല്ലാം കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ കിടക്കുകയാ. റസൂലുള്ളാഹിക്ക് രോഗം ബാധിക്കുകയാ. ഇൻഷാ അല്ലാഹ് മനസ്സുള്ളവരെ, ഈ ചരിത്രം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഇന്ന് അവസാനം സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയുമ്പോ മദീനത്തിന്റെ മണവാളന്റെ അനുരാഗത്തിന്റെ സ്നേഹങ്ങള് മനസ്സിൽ കൊണ്ടുവരണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട മുകളുകളിൽ നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹുവിന്റെ റസൂൽ രോഗമായി വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. 17 ദിവസമായി റസൂലുള്ള പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചിട്ട് ജമാഅത്തിന് ഇമാമായി നിന്നിട്ട് ഇന്ന് 17 ദിവസമാവുകയാ. സഹാബാക്കൾക്കെല്ലാം വിഷമമാവുകയാണ്. സഹാബാക്കൾ എവിടേക്കും പോകുന്നില്ല. കാരണം എന്തെന്നറിയോ? ആദരവായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായി വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. സഹാബാക്കൾ നിസ്കരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് ഇമാമത്ത് നിൽക്കുന്നത്. അവർ ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ കറട്ടൊന്ന് മാറുകയാ. സഹാബാക്കൾക്കൊക്കെ സന്തോഷമായി. അതാ റസൂലുള്ള കടന്നു വരികയാ. കശംസി തലഹാരൂ
عينين من دودي صغيرة تقل الطرف من أمامي സൂര്യനെ തോൽക്കുന്നതാ അഴകിന്റെ പൂവാവരേ അനുരാഗ പൂമാലരേ സയ്യിദ് പൂങ്കാരിയേ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വീട്ടിന്റെ കരട്ടനൊന്ന് മാറ്റിയപ്പോ സ്വഹാബാക്കൾ വിചാരിച്ചു പോയത് അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗം മാറിയെന്നാ. സ്വഹാബാക്കൾ അന്ന് വരെ പള്ളിയിലുണ്ടായിരുന്നവർ അവരൊക്കെ പല പല സ്ഥലങ്ങളിലായി പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സുന്നഹെന്ന് പറയുന്നതാണ്. അതാ സുന്നഹെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നാട്ടിലേക്ക് വേണ്ടി കടന്നു പോവുകയാണ്. സ്വഹാബാക്കൾ പലരും കച്ചവടത്തിന് വേണ്ടി കടന്നു പോവുകയാ. സ്വഹാബാക്കൾ വിചാരിച്ചു റസൂലുള്ളാഹിന്റെ രോഗമൊക്കെ മാറിയെന്നാണ്, അള്ളാന്റെ ഹബീബിന്റെ രോഗമൊക്കെ മാറിയെന്നാണ്. സ്വഹാബാക്കൾ എല്ലാവരും പോയി രോഗം മൂർച്ഛിക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ കുറച്ച് വെള്ളമൊന്ന് കൊണ്ടുവരുമോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ അതാ വെള്ളം കൊണ്ടുവന്നുകൊണ്ട് കൊടുക്കുകയാ. റസൂലുള്ള കയ്യാ പാത്രത്തിലേക്ക് അങ്ങ് മുട്ടിയിട്ട് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഖമിങ്ങനെ തടവുകയാ. എന്നിട്ട് പറഞ്ഞു, ആയിഷ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇന്നലിൽ മൗതി ലസകറാ. ആയിഷ മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് ദുഃഖമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വേദനയോടെ ഗദ്ഗതത്തോടെ നൊമ്പരത്തോടെ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴതാ കടന്നു വരുന്നു മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാ കടന്നു വരുന്നത്. വന്നുകൊണ്ട് സലാം പറയുന്നു. അവിടുന്ന് സലാം അടക്കുന്നു. റസൂലല്ലാഹ് പൊന്നുമോളെ ചാരത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോളെ ഉപ്പ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും എന്ന് പറഞ്ഞപാട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു വാവിട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാ. കുമ്പരത്തോടെ കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, റസൂലല്ലാഹ് ഈ പ്രിയപ്പെട്ട പൊന്നിനോട് വിട്ടു പിരിയുന്ന നബിയേ, അവിടന്ന് പോവല്ലേ നബിയേ, അവിടന്ന് പിരിയല്ലേ നബിയേ, അവിടന്ന് സങ്കടപ്പെടല്ലേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ ഈ ലോകത്തുനിന്ന് എല്ലാവരും പിരിയുമോ ഫാത്തിമ? അതാ കടന്നു വരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് തളരുന്നു, കൈ തളരുന്നു, ശരീരങ്ങൾ തളരുന്നു. അപ്പോഴതാ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട സഹോദരൻ അവിടുന്ന് മിസ്വാക്കിനെ തേച്ചുകൊണ്ട് അറാഖിനെ പിടിച്ചുകൊണ്ട് പല്ല് തേച്ചുകൊണ്ട് കടന്നു വരുന്നു. റസൂലുള്ളാഹി തങ്ങൾ അറാഖിലേക്ക് നോക്കുകയാ. അവിടുന്ന് ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ പല്ല് തേക്കണോ നബിയേ?
അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് അങ്ങനെ ആംഗ്യം കാണിച്ചു. അതേ, എനിക്ക് പല്ലിലേക്കിടണമെന്ന് ആംഗ്യം കാണിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോഴിയായ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല ചെയ്ത എന്തെന്നറിയോ? ഒരു അറാഖ് അവിടുന്ന് കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിക്ക് പല്ല് തേച്ച് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെയും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മീയല്ലേ അവസാന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉദരത്തിലേക്കൊന്ന് കടന്നുപോയത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വേദനയോടെ നോക്കുകയാണ്, ഗർഭത്തോടെ നോക്കുകയാണ്, മുമ്പരത്തോടെ നോക്കുകയാ. എന്തേ റസൂലുള്ളാഹിന്റെ മുഖമാകെ വാടിത്തളർന്നിരിക്കുകയാണ്. റസൂലുള്ള ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവുകയാണോ? അല്ലാ, നമ്മളെ വിട്ട് പിരിയാൻ പോവുകയാണോ? അല്ലാ, ഇങ്ങനെ ഇരിക്കുമ്പോഴാ വീട്ടിന്റെ വാതിലിൽ ആരോ വന്നുകൊണ്ട് മുട്ടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരിപ്പുണ്ട്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇരിപ്പുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ആരോ വീട്ടിന്റെ വാതിൽ വന്നുകൊണ്ട് മുട്ടുകയാണ്. അത് ആരെന്ന് നോക്കുമോ? ഫാത്തിമ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചെന്നുകൊണ്ട് നോക്കുമ്പോഴോ ഒരു മനുഷ്യരെയാണ് കാണുന്നത്. അവിടെന്ന് പറഞ്ഞു, സഹോദരാ, എന്റെ റസൂലുള്ളാഹിനെ കാണാൻ ഈ സമയത്ത് ഞാൻ ഒരാളെ പോലും അനുവദിക്കില്ല. എന്റെ റസൂലുള്ള വേദനയോടെ സംസാരിക്കാൻ പോലും കഴിയാതെ എന്റെ മുത്തവിടെ കിടക്കുകയാ. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് ഒരാളെയും കടത്തിവിടില്ല. അല്ലാഹുവേ, അപ്പോഴാണ് അവിടുന്ന് വീണ്ടും വിളിക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവ്വ. അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നവിടുന്ന് സലാം പറഞ്ഞപ്പോ രണ്ടാമതും ഫാത്തിമ വന്നിട്ട് പറഞ്ഞു, സഹോദരാ, ഞാൻ കടത്തിവിടൂല്ല നിങ്ങള്. എന്റെ ഉപ്പാക്ക് സുഖമില്ലാതെ വയ്യാതെ കഴിയുകയാ. അതുകൊണ്ട് തിരിച്ചു പൊക്കോ. മൂന്നാമതും സലാം പറയുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവ്വ. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ വഹുവ അസ്റായീൽ, അത് അസ്റായീലാണ് ഫാത്തിമ. ഒന്ന് കടത്തിവിടൂ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സ് വിടയുകയാ. പൊട്ടി പൊട്ടി എന്ന് കരയുകയാണ്. അശ്റഫു ഖൽഖിൻ ഫാത്തിന്റെ നീരത്ത് അറുളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭത്തോവിന്റെ ആലും നീല കണ്ട ആലും സാഹാബത്തും ദുഃഖിച്ചിരുപ്പല്ലോ. മുത്തായ തങ്ങൾ തളർന്നു കിടക്കുന്നു. മുത്തുമോ ഫാത്തിമ ചാരോ
അടുത്തിരിക്കുന്നു ഏറ്റം വിഷാദത്താലുപ്പായെ നോക്കുന്നു ഏറെ പാരികേറി ചെല്ലാറും നിൽക്കുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ബഹുമാനപ്പെട്ട മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരികയാണ്. വന്നിട്ട് പറഞ്ഞു ഖദ് ജാഅ അസ്റായീലു ഖാല ലി അഹ്മദീ അല്ലാഹു യഖറഉക അസ്സലാമൽ ഔഫറാ الله أرسلني إليك وقال لي في قبل روحك يا محمد وائرا إن كنت تأذن لي قبلت برأفتي إلا تراني يا محمد ما ترى سكت النبي ولم يرد جوابه حتى انتهى في أمره تفكرا നബിയേ അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്ന നബിയേ അല്ലാഹു അർസലനി ഇലൈക വഖാലനി ഹത്താ ഇന്തഹാ ഫീ അംരിഹി തഫക്കറാ നബിയേ നിങ്ങൾക്ക് സന്തോഷമാണോ നിങ്ങൾക്ക് വിഷമമാണോ റസൂലല്ലാഹ് നിങ്ങൾ അനുവാദം തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ പറഞ്ഞു വിട്ടതാണ് ഇല്ലാ തറാനി യാ മുഹമ്മദ് മാ തറാ നബിയേ നിങ്ങൾ അനുവാദം തന്നിട്ടില്ലെങ്കിൽ കണ്ട് തിരിച്ചു മടങ്ങാ അല്ലാഹു പറഞ്ഞു നബിയേ അല്ലാഹുവിന്റെ റസൂല് പറയാണ് അല്പസമയം ഒന്ന് തരുമോ അസ്റായീൽ ജിബ്രീലൊന്ന് കടന്നു വരട്ടെ ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീലിനെ കൊമ്പട് അതാ ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് പറയുന്നു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ജിബ്രീലേ ഞാനിവിടുന്ന് പിരിയാൻ പോവുകയാണ് അല്ലാഹുവിന്റെ ആഗ്രഹം എന്താണ് ജിബ്രീൽ പറഞ്ഞു റസൂലല്ലാഹ് ഇന്ന റബ്ബക ഇലൈക മുസ്താഖ് അല്ലാഹു നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയേ نادى النبي بصوته من عنده والحول حولك واللواء الكوثر نادى النبي بصوته من عنده يا أيها الملك المؤكل بادرا അസ്റായീലേ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട എന്റെ റൂഹിനെ പിടിച്ചോ അസ്റായീൽ റൂഹ് പിടിക്കുകയാണ് قالت مني يا محمد لا تخاف والحول حولك واللواء والكوثر നബിയേ നിങ്ങൾ പേടിക്കല്ലേ നിങ്ങൾ പ്രയാസപ്പെടല്ലേ
അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കുകയാണ്. കാറിന്റെ തല്ലവരളിയിൽ ഇങ്ങനെ റൂഹ് പിടിക്കുമ്പോ അവിടുന്ന് വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് അസ്രായീൽ ചോദിക്കുകയാ. അത് അസ്രായീലിനോ റസൂലുള്ള ചോദിക്കുകയാണ്, അസ്രായീലേ, എന്റെ സമുദായത്തിൽപ്പെട്ടവരുടെ റൂഹിനെ പിടിക്കുമ്പോ ഇതുപോലെ വേദനയുണ്ടോ? അപ്പോഴാ പറഞ്ഞത് റസൂലല്ലാഹ്, ഇതിനേക്കാളും വല്ലാത്ത വേദനയാണ് നബിയേ. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, നമ്മളോട് സ്നേഹമുള്ള നബിയല്ലേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ഉമ്മത്തുകൾ മുഴുവൻ പിടിക്കുന്ന വേദനയും എനിക്ക് തന്നാൽ അത് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുപോയ കാരുണ്യത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കെ ചൊല്ലുന്നു, ആലും തോന്നിയാവും ആകെ വിറയ്ക്കുന്നു, ആറ്റൽ റസൂലുള്ളാഹ് നമ്മെ പിരിയുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഉറക്കെ ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്തില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചാരത്തില്ല. ആരോ പറഞ്ഞു റസൂലുള്ളാഹി വഫാത്തായെന്ന് പറഞ്ഞപ്പോ എപ്പോഴും കൂടെ ഉള്ള ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കുതിരപ്പുറത്ത് കയറിയിട്ട് ചീറിപ്പാഞ്ഞുകൊണ്ട് വരികയാ. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നിട്ട് മുസ്തഫായ് നബി തങ്ങളുടെ മുഖത്തുനിന്ന് മുണ്ടങ്ങെടുത്ത് മാറ്റുകയാണ്. തുണിയങ്ങ് മാറ്റിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, എവിടെ പോയാലും ഈ അബൂബക്കർ ഉണ്ടാകുമല്ല നബിയേ, ഇന്നീ അബൂബക്കറിന് വേണ്ടേ നബിയേ. അബൂബക്കർ വന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് അരികത്ത് ചേർത്തിരുത്തുന്ന റസൂലല്ലാഹ് ഇന്ന് അവിടത്തെയുടെ മുമ്പിൽ ഈ വിനീതൻ വന്നിട്ട് മൈൻഡ് ചെയ്യാത്തതെന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുമ്പോഴാ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഒരാള് ചാരത്ത് വരികയാണ്. അതാരെന്നറിയോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, റസൂലല്ലാഹ്, ഈ ഉമറിനെ പിരിഞ്ഞോ നബിയേ? ഈ ഉമറിനെ വേണ്ടേ നബിയേ? അവിടുന്ന് വഫാത്തായെന്നൊരാള് വിളിച്ചു പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മനക്കരുത്തരിക്കില്ല നബിയേ. അബൂബക്കർ തങ്ങളും കരഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കരഞ്ഞു. എല്ലാവരും കൂടി റസൂലുള്ളാഹിനെ കൊണ്ട് റൗളയിൽ വെക്കുകയാണ്. ചുരുക്കി പറയുന്ന സമയമില്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിനെ കുളിപ്പിച്ചതൊക്കെ മലക്കുകളാണ്. അല്ലാഹ് കൊണ്ട് റൗളയിൽ വെച്ച് തിരിച്ചു വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉസ്മാനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉസ്മാൻ, എങ്ങനാ റസൂലുള്ളാഹിനെ പച്ച മണ്ണിൽ കൊണ്ട് വെച്ചിട്ട് വരാൻ നിങ്ങൾക്ക് മനസ്സ് വന്നോ ഉസ്മാൻ?
എന്ത് പറയാനാ സഹോദരങ്ങളെ? എല്ലാവരും വേദനയോടെ, വിഷമത്തോടെ, ഗദ്ഗതത്തോടെ, നൊമ്പരത്തോടെ, ദുഃഖത്തോടെ നോക്കിയിരിക്കുമ്പോ അതാ ഒരാൾ തന്റെ എല്ലാ തുണികളും വാരിക്കെട്ടി, താൻ കഴിക്കുന്ന പാത്രം വരെ വാരിക്കെട്ടി തോളിലിട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളിരിക്കുന്ന, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിരിക്കുന്ന ആ സദസ്സിലേക്ക് വരുന്നു. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു, അബൂബക്കറേ, ഞാനിന്നി മദീനയിലില്ല, ഞാനിവിടെ വിട്ട് പിരിയുകയാ. ഇനി അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീന എനിക്കിന്നി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പോകാനുള്ള അനുവാദം നിങ്ങൾ തരുമോ എന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാറ്, പോകല്ലേ ബിലാലേ, പോകല്ലേ ബിലാലേ, പോകല്ലേ ബിലാലേ, നിങ്ങളും കൂടെ പോയാൽ പിന്നെ ആരാ? റസൂലുള്ളാന്റെ പേര് ഇവിടെ വിളിച്ച് പറയുക, നിങ്ങൾ പോകല്ലേ ബിലാലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോയെങ്കിൽ ഈ നൈമശീകമായ സുവാടംബരത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോ, പടച്ചവന് മതിമറന്നുകൊണ്ട് കടന്നു പോകുമ്പോ അല്ലാഹു നമുക്ക് അല്ലാഹുവിന്റെ നിഅമത്താകുന്ന സമ്പത്തില്ലേ, അതിൽ നിന്നും അല്ലാഹു നമുക്ക് തരുന്ന സമ്പത്ത്, ഇന്നിതുപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ അനുഭവിക്കുന്നവന്റെ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവന്റെ, നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവനിക്ക് വേണ്ടിയിട്ട് കൊടുക്കാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് പറഞ്ഞ വേദിയല്ലേ, മുസ്തഫ നബി തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയതല്ലേ, ഇവിടെ റസൂലുള്ളാഹിന്റെ വഫാത്ത് പറഞ്ഞ വേദിയാ, റസൂലുള്ളാഹിയോട് സ്നേഹം വെച്ച വേദിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സ് വിടന്ന് പിരിയുമ്പോ എന്റെ റസൂലുള്ള എന്നെ പഠിപ്പിച്ചത്, വഫാത്ത് അടുക്കുമ്പോൾ പോലും പറഞ്ഞത്, പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണണമെന്നോ, വിഷമങ്ങൾ അനുഭവിക്കുന്നവന്റെ കണ്ണുനീര് കാണണമെന്നോ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവന്റെ കണ്ണുനീര് കാണണമെന്നാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്കൊരുപാട് സമ്പത്തുണ്ടായിട്ടില്ല, എനിക്കൊരുപാട് സ്വത്തുണ്ടായിട്ടില്ല. ഈ സദസ്സിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ സദസ്സിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ടുണ്ട് എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാവന്നാനും ാണ്. ഒരിക്കലും ഒരു സമ്പത്തും നഷ്ടപ്പെടുകയില്ല, അർഹതപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാനാണ്. അതുകൊണ്ട് സഹോദരാ, മടിയില്ലാതെ, വെറുപ്പില്ലാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി നമ്മളെ കാണുകയല്ലേ. ആ റസൂലുള്ളാഹിനെ മുന്നിൽ നിർത്തിയിട്ട് ഈ വിനീതനിവിടെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണം വെച്ചുകൊണ്ട് ഞാൻ എന്റെ വകയായ 6666 രൂപ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാഗ്ദാനം ചെയ്യുകയാ. ഇല്ലെങ്കിലോ ഉസ്താദ്, എന്റെ കയ്യിലുള്ള 1 ഗ്രാമിന്റെ 1 മോതിരം, 1 സ്വർണത്തിന്റെ ഒരൽപ്പം അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹം വെച്ചുകൊണ്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ കൊടുക്കാൻ കഴിയുന്നവരെ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാരാ?
നിങ്ങളെ പോലെ സന്തോഷമുള്ളവരാരാ? ഈ സമ്പത്ത് ഇപ്പോ വരും സഹോദര, ഒരു നിഴല് പോലെയാ സമ്പത്ത്. അത് എപ്പോഴും ലഭിക്കുന്നത് ആരെന്നറിയോ? എപ്പോഴും നിഴലുണ്ടാകുന്നത് ആർക്കെന്നറിയോ? അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നവരാരാ? പാവങ്ങളെ സഹായിക്കാൻ പറഞ്ഞത് റസൂലുള്ളാഹല്ലേ? ഓ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നവരുണ്ടോ? അല്ലാഹു നിങ്ങളെ കൈവിടില്ലല്ലോ, അല്ലാഹു നിങ്ങളെ മാറ്റിക്കളയില്ലല്ലോ. എന്നെ ശമീറദാരിമിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കല്ലേ, എന്നെ കണ്ടുകൊണ്ട് കൊടുക്കല്ലേ. നിങ്ങൾക്ക് സമ്പത്ത് തന്നത് അല്ലാഹുവാ, ആ അല്ലാഹുക്ക് വേണ്ടി കൊടുക്കാമെന്നുള്ള ചിന്തയോടുകൂടി കൊടുത്തോ. അല്ലാഹുവേ, ഈ സദസ്സിൽ നിന്ന് ആരൊക്കെയാണ് വാഗ്ദാനം ചെയ്യുക? എന്റെ സഹോദരിമാരിൽ നിന്ന് ആരൊക്കെയാണ് കൊടുത്തുവിടുക? എന്റെ സഹോദരന്മാരിൽ നിന്ന് ആരൊക്കെയാണ് കൊടുത്തുവിടുക? അല്ലാഹ്, അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. ക്യാൻസർ കൊടുക്കല്ലേ അല്ലാഹ്, അറ്റാക്ക് കൊടുക്കല്ലേ അല്ലാഹ്, മുമ്പരം കൊടുക്കല്ലേ അല്ലാഹ്. ഈ ഒരു 6666 രൂപ ഒരാളെയും നോക്കാതെ ഞാനുണ്ട് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നവരെ അല്ലാഹുവേ, 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 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ വിലമതിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന രോഗം തന്നിട്ട് കൊടുത്തിട്ട് അവരെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്, അവരെ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദ്